കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ചയും പുരോഗമിക്കുകയാണ്. കണമലയിൽ നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, വലിയ രീതിയിലുള്ള പ്രതിഷേധം കണമലയിൽ നമ്മൾ കണ്ടു. അത് സ്വാഭാവികവുമാണ്. വീടിന് പുറത്തുനിന്ന് ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഒരാളെ കാട്ടാന അടിച്ചു കൊല്ലുന്ന സാഹചര്യം, ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്ന പശ്ചാത്തലം, വ്യാപകമായി കൃഷിയൊക്കെ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം, അതിനിടയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സംഗത പുലർത്തുന്നു എന്നുള്ള വിമർശനം. എന്താണിന്ന് അവിടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടത്? ഇപ്പോൾ നടക്കുന്ന ചർച്ച എങ്ങനെയാണ് ടോബി? ചർച്ച പുരോഗമിക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്തായാലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്, SP ഉണ്ട്, DFO ഉണ്ട്. ഇവരെല്ലാമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നാട്ടുകാരടക്കമുള്ളവർ, ചില ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് നടന്ന ഈ ഒരു സംഭവം മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ്. വന്യജീവി ആക്രമണം, ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നിലപാട്, ഇതെല്ലാം തന്നെയാണ് ഒരു ആശങ്കയായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിലേക്കും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ കണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആളുകൾ ഇപ്പോഴും ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ മുൻവശത്ത് തമ്പടിച്ചു നിൽക്കുകയാണ്. അതിനുള്ള കാരണം, ഈ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇവിടുന്ന് മടങ്ങി പോകൂ എന്നുള്ള നിലപാടിലാണ് അവരുള്ളത്. ചർച്ച എന്തായാലും പുരോഗമിക്കുകയാണ്. രണ്ട് പ്രധാനമായിട്ടുള്ളത്, ഈ വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് തടയാനുള്ള നടപടി, ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട് മാറ്റുക, ഈ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ രാവിലെ തന്നെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഈ മരിച്ച ബിജുവിന്റെ വീട്ടിലെത്തി നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷേ അത് തൃപ്തികരമല്ല. കൂടുതൽ തുക അനുവദിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മുന്നോട്ട്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. കമന്റ് ബോക്സിൽ ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്, ഇത്തരത്തിൽ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തുടർച്ചയായി വരുന്ന പശ്ചാത്തലം, മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്ന പശ്ചാത്തലം, അതൊക്കെ പ്രതിഷേധങ്ങളായി മാറുന്നു. പിന്നീട് അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ചിലർ രേഖപ്പെടുത്തുന്നത്. ശാശ്വതമായൊരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകാതെ പോകുന്നത്, വളരെ സർഗാത്മകമായ ചർച്ചകൾക്ക് ശേഷം ഒരു നടപടികളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് കടക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. ശരിയാണ്, അതിൽ ശാശ്വതമായൊരു പരിഹാരം തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടത്. അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിലാണ് സംശയങ്ങൾ ബാക്കിയാവുന്നത്.